അപ്പോൾ സ്കൂളും ഓഫീസും ഒക്കെ ഉള്ള ദിവസമാണ്. അങ്കിത്ത് സ്കൂളിൽ പോയി, രാക്കേത ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. ഇനി കുറച്ചൊന്ന് ഇരിക്കാലോ, എന്നിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ജോലികളൊക്കെ. ഞാൻ കഴിഞ്ഞ വ്ലോഗിലൊക്കെ പറഞ്ഞിരുന്നല്ലോ, രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നല്ല വെയില് വരും. അതായത് സൂര്യൻ അപ്പൊ തന്നെ ഉദിക്കും. അപ്പൊ നമുക്കൊരു എനർജി അത് കാണുമ്പോൾ തന്നെ. ഇരുണ്ട് മൂടി കിടക്കുമ്പോഴാണ് നമുക്ക് ആകെ ഒരു വിഷമം. കുറച്ചൊന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റു. അപ്പോൾ നമ്മുടെ സ്ഥിരം വരുന്ന വീടിന് ടൈഫോയിഡാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പകരം വേറൊരു പുള്ളിക്കാരിയാണ് വരുന്നത്. അത് രാവിലെ വന്നു പോയി. അത് കാരണം ആ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി കിച്ചണിൽ വന്ന് സ്ഥിരം നമ്മുടെ ബ്രെയിനിൽ പതിഞ്ഞ കുറച്ച് ജോലികളുണ്ടല്ലോ, അതൊക്കെ ചെയ്യാണ്. കിച്ചണൊക്കെ ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ വെള്ളം പിടിച്ച് വെക്കണം. രാത്രിയിലത്തേക്ക് മുന്തിരിങ്ങ, നമ്മുടെ ഉണക്ക മുന്തിരിങ്ങ വെള്ളത്തിൽ ഇടണം. ഇതൊക്കെ സ്ഥിരം എപ്പോഴും ഞാൻ കാണിക്കുന്നതും പറയുന്നതായിട്ടുള്ള ജോലികൾ തന്നെയല്ലേ. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു ചായയൊക്കെ ഇട്ട്, അതൊന്ന് കഴുകി വെച്ചേക്കാലോ എന്ന് വെച്ചപ്പോഴാണ് അങ്കിത്ത് സ്വിമ്മിങ്ങിന് പോകുന്ന കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് കഴുകായിടണമെന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ തേച്ചിട്ടിട്ട് പെട്ടെന്ന് പോയി തുണി ഇട്ടിട്ട് ബാക്കി ഒന്ന് കഴുകി വെക്കാമെന്ന് വെച്ച്. അങ്ങനെ കൂടെ കുറച്ച് തുണിയും കൂടി ഇട്ടു. അവൻ്റെ സ്വിമ്മിങ് ഡ്രസ്സും ടവലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും എല്ലാം കൂടെ പെട്ടെന്നൊന്ന് അടിച്ചിടാന്ന് വെച്ചു. പിന്നെ യൂണിഫോം എന്തായാലും കാണുമല്ലോ. ഇപ്പൊ സോപ്പ് പൗഡർ വെള്ളത്തിലൊന്നും കലക്കി ഇടേണ്ട കാര്യമില്ല, കാരണം വെള്ളത്തിന് നല്ല ചൂടാ. അപ്പൊ നല്ല പറഞ്ഞ് വന്നോളൂ. തണുപ്പ് സമയത്താണ് നമുക്ക് ചൂടുവെള്ളത്തിലൊക്കെ കലക്കി ഒഴിക്കേണ്ടി വരുന്നത്. അങ്ങനെ ആ പണി കഴിഞ്ഞിട്ട് ബാക്കി പാത്രവും കൂടെ ഒന്ന് തേച്ച് കഴുകി വെക്കുകയാണ്. ചിലപ്പം നമ്മളങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി താമസിക്കും. ഇതിപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയ സമാധാനമാവും. അവന് വൈകുന്നേരം സ്വിമ്മിങ്ങിന് കൊണ്ടുവന്നതാണ്. ആകെ 2 ജോഡിയേ ഉള്ളൂ. ഒരെണ്ണം സ്കൂളിലും കൊണ്ടുപോകണം, ഒരെണ്ണം ഇവിടെ ഉപയോഗിക്കണം. അപ്പോൾ അത് എല്ലാ ദിവസവും ഒന്ന് കഴുകിയിടണം. മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുകാം, അല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ട് ബക്കറ്റിലൊന്ന് കഴുകിയിടത്തേ ഉള്ളൂ. ഇന്ന് കുറച്ച് തുണി ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കഴുകിയെടുക്കുക. പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ, 1/2 മണിക്കൂർ കൊണ്ട് നല്ല ഉണങ്ങി കിട്ടും. ഇന്ന് ഉച്ചയ്ക്ക് ചോറും നാടൻ എന്തെങ്കിലും കറിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുറച്ച് പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട്. എന്താ വെച്ചാൽ അത് നോക്കിയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അടുക്കളയൊക്കെ സമാധാനപൂർവ്വം ഒതുക്കി. പിന്നെ നമ്മുടെ വെജിറ്റബിൾ ട്രേ നോക്കുകയാണ്. അപ്പോൾ പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു, വെണ്ടയ്ക്കായ ഇരിപ്പുണ്ടായിരുന്നു, ബീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പച്ചക്കയും വെണ്ടയ്ക്കയും എടുത്ത് പുറത്ത് വെച്ചു. വെണ്ടയ്ക്ക ഒന്ന് കഴുകി വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി, അതായത് ഒന്ന് ഉണങ്ങണമല്ലോ, അല്ലെങ്കിൽ ആ കൊഴുപ്പ് കാണും. അത് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് വെള്ളം ഉണങ്ങാൻ വേണ്ടി വെക്കുക. അരിയും കൂടി അങ്ങ് അടുപ്പിൽ ഇട്ടേക്കുക. ഇനി കുറച്ച് ഇരുന്ന് തുണിയൊക്കെ വിരിച്ച് ചെടിക്കൊക്കെ വന്ന് വെള്ളം ഒഴിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടേ കിച്ചണിലോട്ട് കയറുന്നുള്ളൂ. സമയമുണ്ടല്ലോ, സമയം 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുറച്ചൊന്നിരുന്ന് TV ഒക്കെ കണ്ടിട്ട് തുണി അങ്ങ് വിരിച്ചിടാന്ന് വെച്ച്. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും പച്ചക്ക ഉടച്ചേറി പോലെ ഉണ്ടല്ലോ, അതും വെക്കാന്നാണ് വിചാരിക്കുന്നത്. പച്ചക്ക ഞാൻ അങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് കുറച്ച് പരിപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ മസൂർ ദാൽ ഓറഞ്ച് പരിപ്പുണ്ടല്ലോ, അത് വളരെ കുറച്ചായിട്ടേക്കുന്നത്. അത് രണ്ടും കഴുകി കുക്കറിലേക്ക് ഇട്ടു. നമ്മുടെ വെണ്ടയ്ക്കയുടെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ പച്ചക്കായും പരിപ്പും കൂടെ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ കൊടുത്താൽ മതി. പിന്നെ ആവി മാറി തുറക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കണ്ടേ, അത് കുറച്ച് പണിയാണ്. എന്തായാലും പെട്ടെന്ന് വന്നങ്ങ് അരിഞ്ഞെടുക്കുക. മെഴുക്കുവരട്ടി ഒത്തിരി ഇഷ്ടമാണ്, രാക്കേക്ക് ഇഷ്ടമാണ്, അങ്കൂനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. നല്ല വെണ്ടയ്ക്കായിരുന്നു കേട്ടോ, 2 എണ്ണയും മുറ്റിയതുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പച്ചക്കായും പരിപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും ജീരകവും അരപ്പാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് നമ്മുടെ തേങ്ങയും ജീരകവും നന്നായിട്ട് അരച്ച് ആ പേസ്റ്റും കൂടെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഗ്രേവി എന്താ വെച്ചാൽ ആ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് കടുക് വറുത്തിടാം. നാടനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ കടുക് പൊട്ടിക്കാം, കറിവേപ്പില, പച്ചമുളക്. നമ്മുടെ പച്ചക്കായുടെ പച്ച ചവയൊക്കെ ഒന്ന് മാറിയിട്ട് ആ ഗ്രേവിയിലോട്ട് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചേറി റെഡിയായി. ഇനി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കണമല്ലോ, അതിനായിട്ട് കടായിൽ എണ്ണ ഒഴിച്ചു. ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. കാരണം പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല കേട്ടോ കറിവേപ്പിലയ്ക്ക്, അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് ഒരുവിധം ആ വഴുമ്പലൊന്ന് മാറി കിട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് വഴറ്റിയിട്ട് പച്ചമുളക്, ഈ പച്ചമുളക് ഒട്ടും എരിവില്ല കേട്ടോ, അപ്പം ഞാൻ കുറച്ച് അധികം ചേർത്തു. ഇത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. സിമ്പിൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഇത് ഹർഷ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ.
ചതച്ച മുളക് ചമ്മന്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ചതച്ച മുളകും പുളിയും ഉപ്പും ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല കേട്ടോ, ഒരു പുളിയാണ് സംഭവം. പിന്നെ തൈരും ഉണ്ട്. നാട്ടിലെ പപ്പടം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ പപ്പടം കാച്ചുന്നില്ല. ഇവിടെ കിട്ടുന്ന പപ്പടം എനിക്ക് അത്ര ഇഷ്ടമല്ല, ഭയങ്കര ഉപ്പുമാണ്, വേറൊരു ടേസ്റ്റുമാണ്. അതുകൊണ്ട് ഇവിടുത്തെ പപ്പടം ഞാൻ അങ്ങനെ വാങ്ങാറില്ല. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ട് തുണി മടക്കി വെച്ചു. ഇന്ന് ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടാ ചെയ്യുന്നത്, എങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ അങ്ങ് തീർന്നു കിട്ടി. നമ്മുടെ അങ്കുക്കുട്ട സ്കൂളിൽ നിന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ചത് ട്യൂഷനിൽ ഇറങ്ങുകയാണ്. അവനിപ്പോൾ ഒട്ടും സമയമേ കിട്ടാറില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ട്യൂഷന് പോയിട്ട് വന്നിട്ട് ഉടനെ തന്നെ സ്വിമ്മിങ്ങിന് പോവും, പിന്നെ ബാഡ്മിന്റന് പോവും. ഇതൊക്കെ ആയിട്ട് അവൻ ഒത്തിരി ബിസിയായി. അപ്പം ഇന്ന് ഞാൻ നടക്കാനായിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ സമയത്ത് അവനെ ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ചോറ് ഉച്ചയ്ക്ക് വെച്ചത് ബാക്കി വന്നതിനകത്ത് ഞാൻ കുറച്ച് ശർക്കര ഇട്ട് നന്നായിട്ടൊന്ന് ആ ചോറൊന്ന് കുറുക്കാൻ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട്, എന്നിട്ട് ശർക്കര പൊടി ആവശ്യത്തിന് മധുരത്തിന് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ആ അരിയിലൊക്കെ ഒന്ന് ശർക്കര ഒന്ന് പിടിച്ച് വരുന്നവരൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കുറച്ച് അധികം തന്നെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നെയ്യും കൂടെ ചേർത്തിട്ട് പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെ ഒന്ന് കുറുക്കും. ഇതൊക്കെ ഒന്ന് ഫ്ലേവറൊക്കെ പിടിച്ച് വരും. കാരണം നമ്മൾ അരി നേരിട്ട് വേവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ചോറല്ലേ, അപ്പോൾ കുറച്ച് ടൈം എടുക്കുമെങ്കിലും കുഴപ്പമില്ല, അത്ര ടൈമൊന്നും എടുക്കത്തില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് തേങ്ങ തിരിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്യാം. ഞാൻ എന്തായാലും കഴിക്കാൻ പോകും. എനിക്ക് ആ മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. മധുരമല്ലേ, മധുരം ഇങ്ങനെ ക്രേവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ചോറ് ബാക്കി വന്നാലും ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം അത് എടുക്കാനൊന്നും പോകുന്നില്ല, അത് മിക്കപ്പോഴും കളയാം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ അതങ്ങനെ ആവുകയും ചെയ്യും. 3 ബൗള് കാണും. എനിക്കും അങ്കൂനിൻ്റെ ആക്കിയൊക്കെ ഉള്ളത് ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് എടുത്ത് കഴിക്കാൻ പോവുക. അങ്കിത്തിന്റെ സ്വിമ്മിങ് ആട്ടോ, അപ്പൊ അവനെ ഒന്ന് നോക്കാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടൗൺഷിപ്പിലെ ക്ലബ് ഹൗസിൽ വരുന്ന കേട്ടോ. ഉണ്ട്, അതിന്റെ സ്വിമ്മിങ് പൂൾ ഏരിയ ആണിത്. പിന്നെ ജിമ്മുണ്ട്. അങ്ങനെ കുറെ നമുക്ക് റിക്രിയേഷൻ ഫെസിലിറ്റീസ് കുറെ ഇവിടെ ഉണ്ട്. അങ്കു ബാഡ്മിന്റൺ കളിക്കാൻ വരുന്നതും ഇതിന് അപ്പുറം മാറിയിട്ടാണ്. നമ്മുടെ ഫുഡ് കോർട്ടും റെസ്റ്റോറൻറ്റും ഒക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ ഇത് ആമ്പിള്ളേരുടെ ടൈമാണ്. ഞാനും വർഷം കൂടെ കുറച്ചു നേരം അവിടെ നിന്ന് പിള്ളേർ സ്വിമ്മ് ചെയ്യുന്നതൊക്കെ നോക്കി. കേൾക്കാൻ പറ്റത്തില്ല. ഒരു ഗാർഡ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഇവരെയൊക്കെ നോക്കിക്കൊണ്ട്. ബാഡ്മിന്റൺ അങ്കൂന് ഒരു ട്രെയിനർ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ടൗൺഷിപ്പിലെ ഷോപ്പിലേക്ക് വന്നു കേട്ടോ. ഹർഷയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇതാട്ടോ നമ്മുടെ ശർമ്മയുടെ സൂപ്പർ മാർക്കറ്റ്. ഞാൻ പറയാറില്ലേ ശർമാജിയുടെ കടയെന്ന്. അവിടെ ഇതുകൊണ്ട് ആ മൂല്യല്ല. ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് അല്ലേ, ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്. ശരിയാ, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഒരു ഏരിയ മുഴുവൻ ബേക്കറി സെക്ഷൻ പോലെ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ പയറ്, അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഏരിയയിൽ. പിന്നെ അതിനങ്ങോട്ട് മാറിയിട്ട് ഐസ്ക്രീം കാര്യങ്ങൾ, പിന്നെ ഫ്രണ്ടിലായിട്ട് പച്ചക്കറി, കുറേ നംകീൻസ് വേണോ? അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഒരുവിധം നമുക്ക് ഇവിടുന്ന് കിട്ടും. ഞങ്ങൾ പിന്നെ നമ്മുടെ അങ്കിത്തിന്റെ ബാഡ്മിന്റൺ കോർട്ടിൽ വന്നു. അപ്പോൾ ഇതാണ് ബാഡ്മിന്റൺ കോർട്ട്. ഇവിടെ തന്നെയാണ് തിയേറ്റർ ഉണ്ട്. പിന്നെ സ്റ്റേജിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നടക്കും. എന്തെങ്കിലും റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, അങ്ങനെ ഓരോരോ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് തന്നെയാണ് ബാഡ്മിന്റൺ കോർട്ടായിട്ടും. നമ്മൾ ശരിക്കും ഒരു ഗ്രാമമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ കമ്പനി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത കുറച്ച് ഫെസിലിറ്റീസാണ് ഇതൊക്കെ. അങ്കു സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് ബാഡ്മിന്റന് വന്നിട്ടുണ്ട്. അവൻ്റെ ട്രെയിനർ ആയത് കേട്ടോ, അവൻ്റെ സാറാ ബാഡ്മിന്റൻ്റെ. ഇന്ന് സ്വിമ്മിങ്ങിന് ശേഷമായിരുന്നു അവൻ്റെ ടൈമിങ്. ചിലപ്പോൾ സ്വിമ്മിങ്ങിന് മുന്നെയാണ്, അത് സാറ് പറയുന്നതിനനുസരിച്ചാണ് അവൻ വരുന്നത്.
ഞാനും ഹർഷം അങ്ങനെ അവിടേക്ക് ഒന്ന് കറങ്ങി കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അവൻ സ്വിമ്മ് ചെയ്യുന്നത് കാണാൻ വരുന്നതും ബാഡ്മിന്റൺ കളിക്കുന്നതൊക്കെ കാണാൻ വരുന്നത്. കാരണം രാക്കെ അതിനൊക്കെ കൊണ്ടാക്കിയത്. അപ്പൊ ഇന്ന് എന്തായാലും ഒന്ന് കാണാന്ന് വെച്ച് ഇറങ്ങി വന്നതാ. നടക്കുന്ന വഴി എന്തായാലും നടക്കുന്നുണ്ട്. അപ്പൊ ഈ വഴി ഇനി വന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ടൗൺഷിപ്പിലെ ക്ലബ് ഹൗസ്. ക്ലബ് ഹൗസിന്റെ അകമാണ്. അതുവഴിയാണ് ഞാൻ പറഞ്ഞല്ലോ സ്വിമ്മിംഗ് പൂള്, പിന്നെ ഫുഡ് കോർട്ടുണ്ട് അപ്പുറത്ത്. അതിന്റെ ബാക്കിലായിട്ടാണ് റെസ്റ്റോറൻറ്റ്, ഗസ്റ്റ് ഹൗസ്. ഞങ്ങള് എന്തായാലും ഗസ്റ്റ് ഹൗസിലോട്ട് പോവാ, ഞാൻ ഹർഷയും കൂടെ. അവിടെ ബുഫേ ഉണ്ട്, ഉച്ചയ്ക്കും രാത്രിയിലും രാവിലെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴാണെന്ന് വന്ന് കഴിക്കാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഫുഡൊക്കെ എടുത്ത് കഴിക്കുവാണ്. വീട്ടിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബട്ടർ റൊട്ടിയും കടായി പനീറും എഗ് കറിയും അങ്കൂനും രാഖയ്ക്ക് ഓർഡർ ചെയ്തു. ദേ കണിക്കൊന്ന കാലം ഇവിടെ. രാത്രിയും ദേ നല്ല മഞ്ഞ കളറിൽ കണിക്കൊന്ന നിൽക്കുന്ന കണ്ടോ. പിന്നെ നമ്മുടെ ഗുൾമോഹർ, ഇതാ ഞാൻ അന്ന് അങ്കു കൊണ്ടുവന്ന പൂ കാണിച്ചില്ലേ, ഒരു റെഡ് കളറിലെ, അതും ദേ നന്നായിട്ട് നിൽപ്പുണ്ട്. രാത്രി വേണ്ട അത്ര ക്ലിയർ അല്ല. ഇനി നേരെ വീട്ടിലേക്ക്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.